കൊല്ലത്ത് 80 വയസ്സായിട്ടുള്ള ഒരു അമ്മേനെ മരുമോള് തള്ളിയിടുന്ന ഒരു വീഡിയോ ഇന്നലെ വൈറലായിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം ആ ഒരു അമ്മേനെ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ മരുമോള് തള്ളിയിടുക, അതേപോലെ തന്നെ മക്കളെ കൊണ്ട് ഈ തല്ലിപ്പിക്കുക, അതേപോലെ ഇറങ്ങി പോകാൻ പറയുക. ഒരു 80 വയസ്സായിട്ടുള്ള ഒരു അമ്മേനോടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടണമെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ ഒരു മക്കളോട് ഈ ആദ്യം തന്നെ ഈ അമ്മ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഈ മക്കളെ കൊണ്ട് എന്താണ് ഈ പറഞ്ഞ ഈ സ്ത്രീ, ഇതിനെ സ്ത്രീ എന്ന് തന്നെ വിളിക്കാൻ പറ്റൂല അതിനൊന്നും, ആ ഒരു പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു. ग्रेट न्यूज! क्या शादी का कुछ जल्दी होकर शायद से लीक करते हैं शादी ഇപ്പൊ ആ അമ്മ വന്നപ്പോ തന്നെ പറയണേണ്, ചെന്ന് ഇറക്കി വിടുന്നുള്ള ഒരു രീതിക്ക് പറയണേ, പോവാൻ പറയുന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് ഈ നമുക്ക് ഒരിക്കലും കൊച്ചിനെ തെറ്റു പറയാൻ പറ്റില്ല. കാര്യം ആ കൊച്ചിന് എന്താണോ അമ്മ പറയണത് അത് ചെയ്യാനേ ആ കൊച്ചിനെ അറിയുള്ളൂ. അപ്പൊ ആ കൊച്ചി എന്നിട്ട് ആ അമ്മൂമ്മേനെ പിടിച്ച് തള്ളണേണ്. തള്ളുമ്പോഴത്തേക്ക് ഒരു ഒച്ച ഉണ്ടാക്കണം, ആന്ന് പറഞ്ഞിട്ടൊരു ഒച്ച ഉണ്ടാക്കണം. അത് കേൾക്കുമ്പോ തന്നെ ഒരു നമുക്കൊക്കെ ഇത്തിരി മനസ്സാക്ഷി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ചെയ്യണവരുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ആ ഒരു കൊച്ചിൻ്റെ കാര്യമൊക്കെ ആ കൊച്ചിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മോളല്ലേ, അവരെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുള്ള ശരിക്കും. ഇപ്പൊ ഇവരെ പോലുള്ളവർ ഇനി നമ്മൾ മാനസികാവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവരെ പോലുള്ളവർക്ക് ഇനി വല്ല മെന്റലി പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിക്കൊക്കെ ഊരിപ്പോവാനൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഇവരെ നമ്മൾ വിടാൻ പാടില്ല. കാര്യം ഇത്രയും ഒരു അമ്മൂമ്മേനോട് ചെയ്യുന്ന, അതായത് ഒരു അമ്മേനോട്, ഒരു 80 വയസ്സായിട്ടുള്ള ഒരു അമ്മേനോട് ചെയ്യുന്ന ഇവരെയൊക്കെ ഉറപ്പായിട്ട് നിയമത്തിന്റെ നല്ല ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം. ഇവിടെ നിയമത്തിന്റെ ഭാഗത്തുനിന്നും കുറെ വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിനകത്ത്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇനി ഇതിന്റെ ഈ വീഡിയോന്റെ തന്നെ ബാക്കി നമുക്കൊന്ന് കണ്ടുനോക്കാം. This holiday season on Good Kids, your best friend is here with all new episodes. Even before TV, 50 new exciting stories and loads of fun. Watch the all-new never seen before episodes of Peppa Pig before TV only on Good Kids. Download now. പോടി ഇവിടെന്ന് പറഞ്ഞിട്ട് ആ അമ്മൂമ്മേനെ തള്ളിയിട്ട് അത് അവിടെ അത് വീഴുന്ന ആ ഒരു ഇതൊക്കെ പൊന്നോ, അത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ആവണം. അപ്പം ഇത് ചെയ്ത അവരുടെ ആ ഒരു ഇതെനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ കാണിച്ചിട്ടുണ്ട്, അതിങ്ങനെ തുണി നോക്കി കാണിക്കണ രീതിക്ക്. ഇങ്ങനത്തെ ഒരു ആളുടെയൊക്കെ കൂടെ എങ്ങനെയാണ് ഒരാൾ ജീവിക്കണത് തന്നെ എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പൊ ഈ അമ്മൂമ്മേനെ ഇങ്ങനെ കാണിച്ച് ഇനി ഇവരുടെ തന്നെ ഭർത്താവിനെ, അതായത് ഈ പറയുന്ന ഈ ചെയ്ത ഈ ഒരു ജന്തുവിന്റെ ഭർത്താവിനെ അവരെയും കൈകാര്യം ചെയ്യാറുണ്ടെന്നാ പറയണം. അതായത് ഭർത്താവിനെ പിടിച്ച് ഇടിക്കുക, അവരെ പുറത്താക്കി വാലടയ്ക്കുക, ഈ അമ്മേനെയും ഭർത്താവിനെയും കൂടെ പുറത്താക്കി വാലടയ്ക്കുക എന്നുള്ള രീതിക്കും ഇവർ ചെയ്യാറുണ്ടെന്ന്. ഇത് ഒരിക്കലും ഇവരൊരു നല്ലൊരു, അതായത് ഒരു നോർമലായിട്ടുള്ള മനുഷ്യനാണെന്ന് എനിക്ക് തോന്നണില്ല. അമ്മാതിരി പ്രവൃത്തികളാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. നമുക്ക് ഇതിനെ ബാക്കിയുണ്ട് നോക്കാം. ഞാൻ പോയി കിടക്കുക, അരി ഉണ്ടാക്കാൻ ഞാൻ പോയി. നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? വീട്ടിലല്ലേ വെള്ളം ഇട്ടത്. ഏത് സ്റ്റേഷനിൽ പോകണം? പരാതി കൊടുക്കണം. അമ്മ അവിടെ കസരി കൊണ്ടാക്കണ്ട. ഞാൻ ഇപ്പൊ എടുത്തേച്ചു വരട്ടെ.
ഇതിലാ അമ്മ വീണ് കിടത്തോടത്തുനിന്ന് എണീറ്റിട്ട് പറയുന്നുണ്ട് എനിക്കിനി ഇടി ഉണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പോണേണെന്നുള്ള രീതിക്ക് പറഞ്ഞ് അത്രയും, അതായത് അവർക്ക് താല്പര്യമില്ല ഇടി ഉണ്ടാക്കാനൊന്നും. ഇവരാണ് ഈ അങ്ങോട്ട് ചെന്നിട്ട് ഓരോ കൊച്ചുങ്ങളെ കൊണ്ട് പറഞ്ഞു വിട്ട് ഓരോന്നും ചെയ്യിപ്പിക്കുക. അതേപോലെ ഈ അമ്മേനെ പിടിച്ച് തള്ള. അത് കഴിയുമ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്ന പുള്ളി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾ എങ്ങടെ പോണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണത് എൻ്റെ വീട്ടിൽ നിന്നല്ല എന്നെ തള്ളി ഇട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അവസ്ഥയാണ്, അവരുടെ വീടാണത്, അവരുടെ വീട്ടിലാണ് ഈ മരുമോള് നിന്നിട്ട് ഈ ജാതി പരിപാടിയൊക്കെ കാട്ടണം. എന്നിട്ടും അത് സഹിച്ചിട്ട് അവരവിടെ നിൽക്കണേണ്. ഇപ്പോൾ പിന്നെ ഈ ഇവിടെ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, അതായത് ഈ വീഡിയോ എടുത്ത ആൾ എന്തുകൊണ്ട് ഇതിനെ പ്രതികരിച്ചില്ല. ഇപ്പം ഈ ഒരു വീഡിയോ വന്നത് ഇന്നലെയാണ്, ഈ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയത്. പക്ഷെ ഇത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ വീഡിയോ എടുത്ത ആൾ ഇതിന് പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് കുറേ പേര് അയാളെ ചീത്ത വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അയാളിവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാര്യം അയാൾ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. കാര്യം പുള്ളിക്കൊരു ഡിജിറ്റലായിട്ടുള്ളൊരു തെളിവ് വേണം. പുള്ളി ഇത് സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ വീഡിയോ എടുത്ത ആളെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ പുള്ളി ഈ വീട്ടിൽ വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഇതാണ് കണ്ടിരിക്കണം. അപ്പോൾ ഒരാൾ വീട്ടിൽ വരുമ്പോഴും ഇതാണ് കണ്ടിരിക്കുന്നത്. അതായത് അമ്മേനെ പിടിച്ച് തള്ള. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടത് മാത്രമാണ് ഇത്ര. ഇതിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതായത് ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അമ്മയുടെ കാലിൽ ചവിട്ടി നഖമൊക്കെ കിള്ളി, അങ്ങനത്തെ ഒരു എന്താണ് ഇതിനെയൊക്കെ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ഇവിടെ ഈ വീഡിയോ എടുത്ത ആൾ അയാൾക്കൊരു ഡിജിറ്റലായിട്ടുള്ള തെളിവ് വേണം. ഈ സ്ത്രീ ഇങ്ങനെയാണ് ഈ അമ്മായിയമ്മേനോട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യം അയാൾക്ക് പുറത്തു വിടാനായിട്ട് ഒരു തെളിവ് വേണം. അതുകൊണ്ടാണ് അയാൾ അവിടെ ഇരുന്നിട്ട് അത് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അയാളെ തെറ്റു പറയാൻ പറ്റൂല. പിന്നെ ഈ ഒരു വിഷയത്തിനകത്ത് ഇനി ഈ വീഡിയോ എടുത്ത ആള് ഇതിനെപ്പറ്റി, അതായത് എന്താണ് ഇവിടെ ഉണ്ടായതെന്നൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടു. സാഹചര്യമാണ് മെനഞ്ഞാന്ന് രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ ഇവിടെ ഹസ്ബൻഡിനെ ഇവിടെ പുറത്താക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം വലിച്ച് വെളിയിലിറക്കിയിട്ട് കഥ അടച്ച് പുറത്താക്കി. അന്ന് ഞങ്ങൾ ക്ഷമിച്ച്. ഇന്നലെ ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ അമ്മയെ അവിടെ എടുത്തിട്ട് ഉപദ്രവിച്ച് ആ വീട്ടിലെ കഥവും ജനലും എല്ലാം അവിടെ ചവിട്ടി ഇളക്കി. നിങ്ങൾ അതോട്ട് ഒരു വീഡിയോ എടുക്കാം. ചവിട്ടി ഇളക്കി അവിടുത്തെ സാധനങ്ങൾ എല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ ഓപ്പൺ ഷൂ വെച്ചിട്ട് ആ കാലെ ചവിട്ടി നഖം ഇളകിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീയുടെ അടിവശത്ത് കമ്പി വെച്ചാണ് അവരെ അടിച്ചത്. അത് അവർ കയ്യെ തറഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവുണ്ടായത്. ഈ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാണുന്നത് ഇവരെ വെളിയിലാക്കി കഥ അടച്ചിട്ട് ഇവർ റോഡിൽ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. ആ സാഹചര്യം ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്പോട്ടിൽ വന്നു. ഞങ്ങൾ കാറിനകത്ത് സ്റ്റേഷനിൽ അവരെ കൊണ്ടുചെന്ന് കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ചൂണ്ടൽമുക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവർക്ക് വൈദ്യസഹായം കൊടുത്തിട്ട് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു. ഇവര് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ്, AA കാരിയാണ്, ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഉറുദു മതത്തെ പഠിപ്പിക്കുകയാണ്. ഇവര് നോർമൽ അല്ല. അതിനുശേഷം ഞങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ കഥ അടച്ചതിന് ശേഷം ഈ തള്ളേമോനെ ഒരു വീട്ടിൽ കയറ്റത്തില്ല ഈ സ്ത്രീ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ കേസ് കൊടുക്കാനാണ് പറയുന്നത്. അവസാനം വീണ്ടും ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് കഥ തുറന്നപ്പോൾ ഇവന്റെ മൂത്ത കുഞ്ഞ്, അതായത് ഇവിടെ മൂത്ത മോള് ഒരു 6 വയസ്സേ ഉള്ളൂ. അത് ഇറങ്ങി വന്ന ആദ്യം പോലീസുകാരത്ത് പറയാണ് അച്ഛന് അവളെ പീഡിപ്പിക്കാൻ, അവളെ പപ്പ അവളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തോ ആ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച് ഇവരുടെ ഭർത്താവിനെ ജെയ്സിനെ അകത്താക്കാൻ വേണ്ടി അവൾ നടത്തിയൊരു ശ്രമമാണ്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്തുത മനസ്സിലായതുകൊണ്ട് അവരത് ഗവനിച്ചില്ല. അതിനുശേഷമാണ് ഇവരെ തിരക്കാതെ കയറാൻ ഇവൾ സമ്മതിച്ചത്. ഇവളെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ്. ഒരു കാരണവശാലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വീടെന്നുള്ള രീതിയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവൾ വീഡിയോ എടുത്തു വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ചാണ്. ഇവരെ നമുക്ക് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ക്രിമിനൽ. ഇതാണ് ക്രിമിനൽ. അതായത് ഒരാളെ, അതായത് ആ ഒരു അത്രയും വയസ്സായിട്ടുള്ള അവരുടെ പ്രായത്തിനെങ്കിലും നമ്മൾ അത്യാവശ്യം ബഹുമാനിക്കണം. അത്രയും വയസ്സായിട്ടുള്ള സ്ത്രീയെ, വയ്യാത്ത ഒരമ്മയാണത്. അപ്പൊ അവര് ക്രിസ്മസ് ട്രീയുടെ കമ്പി വെച്ചിട്ട് അടിക്കുക. അപ്പൊ അവര് കയ്യും വെച്ച് തടുത്തപ്പോ ആ കൈക്ക് മുറിവ് വന്നെന്ന്. ഇങ്ങനത്തെ ഒരു സൈക്കോ, ശരിക്കും ഇതൊരു സൈക്കോ തന്നെയാണ്. ആ ഒരു സൈക്കോയിലേക്ക് കൂടെ താമസിക്കണം, അവർ സമ്മതിക്കണം. ഇത്ര നാളെ എങ്ങനെ ഇവരുടെ കൂടെ പിടിച്ചു നിന്നെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പൊ അതേപോലെ ഈ ഭർത്താവിനെ ഇട്ട് ഇടിക്കുക, ഭർത്താവിനെ തല്ലി, അതേപോലെ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ മകളെ കൊണ്ട് ഈ ഭർത്താവ് ലൈംഗികപരമായിട്ട് മകളെ ഉപയോഗിച്ചു എന്നുള്ള രീതിക്ക് പോലീസിനോട് പറയാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അത്രയും ക്രൂക്കഡായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന. പിന്നെ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട് ഈ ഒരു സംഭവത്തിനകത്ത്. ഈ ഒരു ആളെന്ന് പറഞ്ഞാൽ ഏതോ ഹയർ സെക്കൻഡറി ഏതോ സ്കൂളിലെ ടീച്ചറും കൂടെയാണ്. ഈ ഇത്രയും ചെയ്ത ഈ ഒരു ജന്തു അവിടുത്തെ ടീച്ചറും കൂടെയാണ്. അപ്പൊ നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മാതാപിതാ കഴിഞ്ഞാൽ പിന്നെ അതിനത് ഗുരുവാണ്. ആ ഗുരുവാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഇത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടിയ ആ ഒരു സ്കൂളിന്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ. ആ പിള്ളേരുടെയൊക്കെ ഒരു ഗതി. സ്വന്തം മക്കളോട് ഇങ്ങനെയാണ് പെരുമാറണം, പിന്നെ അവിടുത്തെ പിള്ളേരോട് എങ്ങനെയൊക്കെയാവോ പെരുമാറണം.
അപ്പം ഇത് ഈ വീഡിയോയിൽ കണ്ടത് കൊണ്ടാണ്, ഈ വീഡിയോ പുറത്തു വന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതിൻ്റെ എത്രയോ അപ്പുറം ഇതൊക്കെ ഇവർ ചെയ്യണ്ടാവും. അപ്പം ഇവരൊക്കെ ശരിക്കും വേണം നടപടി, നല്ല രീതിയിലുള്ള നടപടി എടുക്കണം. പക്ഷേ ഇവർക്കെതിരെ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് തന്നെ കൊടുത്തിട്ടും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴും ഇവർ ഒത്തുതീർപ്പാക്കി വിടുന്ന സംഭവമൊക്കെയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെയുള്ളവരുടെയൊക്കെ കൂടി ഒത്തുതീർപ്പാക്കി എന്തിനാണ് ഈ പോലീസുകാർ വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പം ഈ ഒരു വിഷയം ഇവർക്കെതിരെ നല്ലൊരു കർശനമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.